ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പത്മിനി ലാൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് നാടൻ തേങ്ങ ചമ്മന്തിയാണ്. അതിലൊന്ന് വെളുത്തതും ഒന്ന് ചുമന്നതും. ഇത് ഒരുപാട് സമയമെടുക്കാതെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വെള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു തേങ്ങയുടെ പകുതി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ചിരണ്ടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്ത ചമ്മന്തിക്ക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്കിന്നും മാറ്റിയിട്ടുണ്ട്. അതൊന്നും മാറ്റിയില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. 3 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക്, 2 തണ്ട് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 എരിവുള്ള പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂണ്, പിന്നെ വേണമെങ്കിൽ ഇട്ട് നോക്കാം, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പം നമുക്കിനി വെളുത്ത തേങ്ങ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ തേങ്ങാക്കൊത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്കിത് ആദ്യം തന്നെ. തേങ്ങ ചിരണ്ടിയതാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ മതി. ഇപ്പോൾ സാധാരണ തേങ്ങാപ്പീര പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഉപ്പും തേങ്ങയും ആവശ്യത്തിന് അടിയാൻ വേണ്ടിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ശരിയായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചിടാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി, ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വഴണ്ട് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ചുമന്ന ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തേങ്ങ പകുതി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 2 വേപ്പില, തണ്ട് വേപ്പില, 1 താളിച്ചിടാനും 1 അരയ്ക്കുന്നതിൽ ചേർക്കാനും, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് 2 വറ്റൽമുളക്, ഇത് 1.5 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി, ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കടുക്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്കിനി ചുമന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഈ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ആദ്യം. ഇപ്പോൾ കറക്റ്റായി തേങ്ങപ്പീര പോലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേപ്പില, ഇഞ്ചി, ഉള്ളി ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഉപ്പ് 1/2 ടീസ്പൂൺ, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒന്ന് അരയ്ക്കാം. ഇത് കറക്റ്റ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത്ര അരിഞ്ഞാൽ മതി. ഇത് ഒരുപാട് അരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. ഇനി നമുക്കിതിലേക്ക് താളിച്ചിട്ടാൽ മതി. ഇത് സെർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചിടാം. ഇത് നമ്മൾ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്.
ഇതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാടൻ കേരള സ്റ്റൈൽ ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.